കുറുക്കൻ മൂലയിലെ തൻ്റെ ചെറിയ തയ്യൽക്കടയിലിരുന്നു ജെയ്സൺ ജോലി ചെയ്യുകയായിരുന്നു. പുറത്ത് നേരിയ മഴ ചാറുന്നുണ്ട്. അപ്പോഴാണ് ആകാശത്ത് ഒരു വലിയ മിന്നൽ ഉണ്ടാകുന്നത്. ഭീകരമായ ആ ശബ്ദത്തിൽ ജെയ്സൺ ഞെട്ടിപ്പോയി. നഗരത്തിലെ വൈദ്യുതി നിലച്ചു. എല്ലാ വിളക്കുകളും അണഞ്ഞു. ഒരു നിമിഷമെല്ലാം നിശബ്ദമായിരുന്നു. പിന്നെ ഇരുട്ടിലൂടെ ഒരു കാൽപ്പാടുകളുടെ ശബ്ദം കേട്ടു. വെള്ളത്തിൽ ചവിട്ടി ആരോ വരുന്നു. അപ്പോഴാണ് അവൻ്റെ കൈകളിൽ നീലനിറത്തിൽ മിന്നൽപ്പിണർ ശക്തിയായി തിളങ്ങുന്നത് ജെയ്സൺ ശ്രദ്ധിച്ചത്. മിന്നൽ മുരളി. മനസ്സിൽ എന്താണിത്? ഈ ശക്തിക്ക് ഈ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയുമോ? അവൻ നോക്കി നിൽക്കെ ഒരു രൂപം പുറത്തേക്ക് വന്നു. അത് രുദ്രയായിരുന്നു. അവൻ്റെ കൈകളിൽ മിന്നൽപ്പിണർ തീ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. രുദ്ര താഴ്ന്ന ശബ്ദത്തിൽ, ഈ നഗരം എൻ്റേതാകാൻ പോകുന്നു. ആ നിമിഷം ജെയ്സൺ മിന്നൽ മുരളിയായി മാറി. കൊടുങ്കാറ്റ് തുടങ്ങിയിരിക്കുന്നു. എപ്പിസോഡ് 2. പാലത്തിലെ പോരാട്ടം. മഴയും കാറ്റും നിറഞ്ഞ രാത്രിയിൽ പാലത്തിൽ വെച്ച് മിന്നൽ മുരളിയും രുദ്രയും കണ്ടുമുട്ടി. അവർ തമ്മിൽ ശക്തമായൊരു യുദ്ധത്തിന് തയ്യാറെടുത്തു. മിന്നൽ മുരളി, നിന്റെ കൊടുങ്കാറ്റിനെ ഈ നഗരത്തിൽ ഞാൻ അനുവദിക്കില്ല. രുദ്ര, എങ്കിൽ നിന്റെ ഈ ദുർബലമായ നഗരം കത്തിയെരിയുന്നത് കണ്ടോ? അവർ തമ്മിൽ ഏറ്റുമുട്ടി. മിന്നൽ മുരളിയുടെ നീല മിന്നൽ ശക്തിയും രുദ്രയുടെ തീവ്രമായ മിന്നൽ ശക്തിയും ആകാശത്ത് കൂട്ടിയിടിച്ചു. ഒരു നിമിഷം ആകാശം പ്രകാശപൂരിതമായി. മിന്നൽ മുരളി ഒരു ശക്തമായ ഈട്ടി കൊടുത്തു. പക്ഷേ രുദ്ര അത് പിടിച്ച് അവനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഒരു കാറിൻ്റെ ചില്ല് തകർത്ത് അവൻ നിലത്ത് വീണു. അവൻ്റെ ശക്തി ക്ഷയിച്ചു. രുദ്ര വിജയചിരിയോടെ അവിടെ നിന്നു. എപ്പിസോഡ് 3. അപ്രതീക്ഷിത കൂട്ടുകാരൻ. പരാജയപ്പെട്ട് വേദനയോടെ നടന്നുവരുന്ന ജെയ്സന്റെ മുന്നിലേക്ക് ഒരു നിഴൽ വന്നു. അപ്പോഴാണ് അവൻ്റെ കയ്യിൽ ചുവപ്പ് നിറത്തിലുള്ള മിന്നൽ അവൻ ശ്രദ്ധിച്ചത്. അത് ഷിനു ആയിരുന്നു. അവൻ്റെ പഴയ കൂട്ടുകാരനും അതേസമയം എതിരാളിയും. ഷിനു, എന്താടാ ജെയ്സൺ, നിന്റെ ശക്തിയെല്ലാം പോയോ? ജെയ്സൺ, നീ എന്തിനാണ് ഇവിടെ വന്നത്? നിനക്കിന്നും പ്രശ്നമുണ്ടാക്കാനാണോ താല്പര്യം? ഷിനു, ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് തമ്മിൽ തല്ലാൻ സമയമില്ല. അവനെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ ഒരുമിക്കണം. ഷിനു അവൻ്റെ ചുവപ്പ് മിന്നൽ ശക്തി പുറത്തെടുത്തു. ജെയ്സൺ അതിശയിച്ചുപോയി. രുദ്രയെ തോൽപ്പിക്കാൻ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് ജെയ്സൺ ഷിനുവിൻ്റെ കൈകളിൽ പിടിച്ചു. അവർ ഒരുമിച്ച് രുദ്രയെ നേരിടാൻ തയ്യാറായി. എപ്പിസോഡ് 4. നിർണായക യുദ്ധം. നഗരത്തിലെ വൈദ്യുതി കേന്ദ്രത്തിൽ നിന്ന് രുദ്ര കൂടുതൽ ശക്തി നേടുകയായിരുന്നു. അപ്പോഴേക്കും മിന്നൽ മുരളിയും ഷിനുവും അവിടെയെത്തി. രുദ്ര, ഹാ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ശക്തി കൂട്ടാൻ വന്നതാണല്ലേ? മിന്നൽ മുരളിയും ഷിനുവും ഇരുവശങ്ങളിൽ നിന്നും രുദ്രയെ ആക്രമിച്ചു. നീലയും ചുവപ്പും മിന്നൽ പിണരുകൾ രുദ്രയ്ക്ക് നേരെ പാഞ്ഞു. ഒരു നിമിഷത്തേക്ക് രുദ്രയൊന്ന് പകച്ചു. പക്ഷേ അവൻ ചിരിച്ചു. കാരണം അവൻ ആ ശക്തികളെല്ലാം ഏറ്റുവാങ്ങുകയായിരുന്നു. രുദ്ര, നിങ്ങളുടെ ഈ വിഡ്ഢിത്തം എൻ്റെ ശക്തി ഇരട്ടിയാക്കി. അവൻ ഒരു വലിയ മിന്നൽ ആക്രമണം നടത്തി. മിന്നൽ മുരളിയും ഷിനുവും തളർന്ന് നിലത്ത് വീണു. അവരുടെ ശക്തികളെല്ലാം രുദ്രയിലേക്ക് പോയിരുന്നു. എപ്പിസോഡ് 5. നഗരം ഇരുട്ടിൽ. ജെയ്സൺ ഉണർന്നു. പക്ഷെ ചുറ്റും ഇരുട്ടായിരുന്നു. നഗരം മുഴുവൻ നിശബ്ദമാണ്. ദൂരെ ആകാശത്ത് ഒരു കെട്ടിടത്തിന് മുകളിൽ രുദ്ര നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ തൻ്റെ കൈകൾ ആകാശത്തേക്കുയർത്തി ഒരു വലിയ കൊടുങ്കാറ്റ് ഉണ്ടാക്കുകയായിരുന്നു. രുദ്ര ഉച്ചത്തിൽ, ഈ പട്ടണം എൻ്റേതാണ്. നാളെ ഈ കൊടുങ്കാറ്റ് എല്ലാം നശിപ്പിക്കും. ജെയ്സൺ ഭയം കൊണ്ട് വിറച്ചു. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു പുതിയ ധൈര്യമുണർന്നു. ഈ യുദ്ധം ഇവിടെ അവസാനിച്ചിട്ടില്ല. തൻ്റെ നഗരത്തെ രക്ഷിക്കാൻ അവൻ വീണ്ടും എഴുന്നേൽക്കും.